السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أعوذ بالله من الشيطان الرجيم. وما أرسلنا قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. من സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിർ അൽ മുഅഖിലിയാണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം അള്ളാഹുവിൻ്റെ അടിമകളെ ബാധിക്കുന്നതായ അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനു സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ചും അവൻ്റെ കയ്യിലാണ് സൃഷ്ടികളുടെ എല്ലാ ചലനങ്ങളും, എല്ലാ നീക്കങ്ങളും, എല്ലാ അനക്കങ്ങളും. അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നും അടിമകൾ ഏത് സമയത്തും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നവരാണ് എന്നും അള്ളാഹു അടിമകളിലേക്ക് ആശ്രയിക്കുന്നവനല്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയ ഹദീസിൽ കൂടി പറഞ്ഞതായ ഇബാദി ഇന്നക്കും ലം തബ്ലുഗൂ ദുർരി ഫതദുറൂനി വലം തബ്ലുഗൂ നഫ്ഇ ഫതൻഫഊനി. നിങ്ങൾ എനിക്ക് ദോഷമോ ഗുണമോ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ദുനിയാവിലാവട്ടെ പരലോകത്തിലാവട്ടെ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിലും അള്ളാഹുവിൻ്റെ ഹൈമനത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കീഴിലാണ് സർവ്വ സൃഷ്ടികളും. ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചത് തന്നെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്നും ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ ജീവിക്കുന്നവരാണെങ്കിൽ മാത്രം അവർക്ക് ഇവിടെ സുന്ദരമായ ആസ്വാദ്യകരമായ ജീവിതം, എത്ര തന്നെ പ്രയാസമുള്ളതായ ജീവിതമാണ് എന്ന് ബാഹ്യരൂപത്തിൽ കാണുകയാണെങ്കിലും അവർ ആത്മീയമായിട്ട് വളരെ ആസ്വാദ്യകരമായ ജീവിതം ജീവിക്കാൻ അവരെ കൊണ്ട് സാധിക്കുമെന്നതും, സ്വർഗം സ്ഥാപിച്ചതും സ്വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചതും നരകത്തെ അള്ളാഹു സൃഷ്ടിച്ചതും എല്ലാം ഈ ലക്ഷ്യത്തെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നും ആ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു മക്ക ഇമാം. ഇവിടെ മുത്തഖീങ്ങൾ എന്ന പേരിൽ, ഫുജ്ജാർ ഫാജിരീങ്ങൾ എന്ന പേരിൽ രണ്ട് വിഭാഗം ഉണ്ടായത് തന്നെ ആ സ്വർഗത്തിനു വേണ്ടി ഒരു വിഭാഗം ജീവിക്കുവാനും നരകത്തിനു വേണ്ടി മറ്റൊരു വിഭാഗം ജീവിക്കുവാനും, ഈ ജീവിതം അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ കാണപ്പെടുന്നത് അവരെ സൃഷ്ടിക്കപ്പെട്ടതായ ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിനു വേണ്ടി ജീവിക്കുന്നവർ. ആ ലക്ഷ്യത്തിന് വിപരീതം ജീവിക്കുന്നവരാരാണോ അവരാണ് നരകത്തിനു വേണ്ടി ജീവിക്കുന്നവർ. ആ രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സൃഷ്ടിച്ചത്. ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നബിമാരെയും ദൂതന്മാരെയും അവന്റെ മുർസലുകളെയും അയക്കാൻ തുടങ്ങിയിടം മുതൽ അതിന്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിച്ചതായ പ്രധാന ലക്ഷ്യം വമാ അർസൽനാ ഖബലക മിർ റസൂലിൻ, മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് മുമ്പ് ഏത് ദൂതരെയും നാം അയച്ചിട്ടേ ഇല്ല. എന്തിനു വേണ്ടിയല്ലാതെ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അവർക്കെല്ലാം നാം വഹി അറിയിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്, അവന് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന ആ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണമായ ലക്ഷ്യത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു നബിമാരെയെല്ലാം അയച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തിന്റെ ആരാധനകളുടെ അസല് തന്നെ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക എന്നതായ ആ ലക്ഷ്യം മുമ്പിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പലതവണയായി മക്ക ഇമാം ഉപയോഗിച്ച പദം തന്നെ അഫാദ എന്നാണ്. ഒലിപ്പിച്ചതാണ് ഖുർആനിലൂടെ, വിശദമായി പറഞ്ഞതാണ് ഖുർആനിലൂടെ. അവൻ ഏകനാണ് എന്ന പദം സ്ഥാപിക്കാൻ വേണ്ടി, അവനെ മാത്രമായിരിക്കണം ഇവിടെ ആരാധിക്കേണ്ടത് എന്ന തത്വം സ്ഥാപിക്കാൻ വേണ്ടി, അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതായ തത്വം സ്ഥാപിക്കാൻ വേണ്ടി, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പല തെളിവുകളും നിരത്തി വെച്ചുകൊണ്ടായിരുന്നു ഖുർആനിലൂടെ സംസാരിച്ചിരുന്നത്. മക്കക്കാരോട് പലപ്പോഴും ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശത്തെയും ഭൂമിയുടെയും റബ്ബ് ആരാണെന്ന് നിങ്ങൾ ചോദിക്കൂ എന്നും അവരെ കൊണ്ട് പറയിപ്പിച്ചതായിരുന്നു. 13 തവണ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യം തന്നെ അത് എന്തിനു വേണ്ടിയാണ് എന്നതും അവരെ സൃഷ്ടിച്ചത് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ആണ് എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും അവരെ സൃഷ്ടിച്ചതായ ലക്ഷ്യം അത് യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിന് മാത്രം കീഴടങ്ങി, അള്ളാഹുവിന് മാത്രം ഒതുങ്ങി, അള്ളാഹുവിന് മാത്രം സമർപ്പണം നൽകി ജീവിക്കുന്നവരായി മാറണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനിൽ അളീമിൽ ഒരിടത്ത് പറയുകയാണ്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്,
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് വിശ്വസിച്ചവരായ സത്യവിശ്വാസികൾ അവരുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് അള്ളാഹുവിനെ അവർ സ്മരിക്കുന്ന സന്ദർഭത്തിലാണ്, അള്ളാഹുവിനെ ഓർക്കുന്ന സന്ദർഭത്തിലാണ്. അതുകൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവുക. അതെ, അപ്പോൾ മനുഷ്യൻ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് അവന്റെ ജീവിതത്തിൽ ആസ്വാദനമുണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അത് മക്ക ഇമാമ് അതിന് തെളിവായും കൊണ്ട് പല ആയത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ആരെങ്കിലും സജ്ജനങ്ങളുടെ പ്രവർത്തനമാകുന്ന സാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് ഇവിടെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ, മൻ അമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ, മിൻ ദക്കരിൻ, അവൻ ആണാവട്ടെ, ഔ ഉൻസ, അല്ലെങ്കിൽ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയായിട്ടായിരിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. സത്യവിശ്വാസിയാവാതെ അള്ളാഹുവിലുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസമില്ലാതെയുള്ളതായ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഏത് അമലുകൾ ചെയ്താൽ അത് അവന് ഒരു പക്ഷേ ദുനിയാവിൽ പ്രയോജനം ലഭിച്ചേക്കാം, പരലോകത്തിൽ അവന് ഫലം ലഭിക്കുന്നതല്ല. അതേസമയത്ത് ദുനിയാവിൽ ഞാൻ പറഞ്ഞതുപോലെ അമലു സാലിഹാത്ത് സത്യവിശ്വാസിയായിട്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, ഈ ഭൂമിയിൽ തന്നെ നല്ല ജീവിതം ജീവിക്കാനുള്ള ചുറ്റുപാട് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. പ്രയാസമുണ്ടാവുകയില്ല എന്നല്ല, അവൻ ഏത് സമയത്തും അള്ളാഹുമായുള്ളതായ ബന്ധമുണ്ടാകുമ്പോൾ അവന്റെ ഹൃദയത്തിന് ശാന്തി ഉണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു എന്ന് മാത്രമല്ല, വലനജിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിനേക്കാളും എത്രയോ ഉത്തമമായതായ പ്രതിഫലം പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. മക്ക ഇമാമ് തുടരുന്നു, ഫനറാഹു അത്യബന്നാസി ഐഷ, അങ്ങനെയായതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി തീരുമാനിച്ച സത്യവിശ്വാസിയായ സജ്ജനങ്ങൾ ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവരെ ഏത് സമയത്തും അവര് നല്ല രൂപത്തിലുള്ള ജീവിതം ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹുവിന്റെ ഹുക്മിലോ അള്ളാഹുവിന്റെ ഖദാഇലോ അള്ളാഹുവിന്റെ ഖദറിലോ അള്ളാഹുവിടെ പ്രവർത്തിക്കുന്ന അവന്റെ പ്രവർത്തനത്തിലോ ഒരു എതിർപ്പും അവരിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതല്ല. അതിലെല്ലാം അവർക്ക് പ്രീതിയായിരിക്കും ഉണ്ടാവുക. അവർ പ്രയാസമുള്ള സന്ദർഭത്തിലും അള്ളാഹുവിന്റെ കൂടെയാണ്, നല്ല സന്തോഷവും സമാധാനവും ശാന്തിയുമുള്ള സന്ദർഭത്തിലും അള്ളാഹുവിന്റെ കൂടെ തന്നെയാണ്. എല്ലായ്പ്പോഴും അവർ അള്ളാഹുവിന്റെ കൂടെ തന്നെയാണ് എന്ന് മാത്രമല്ല, അവരുടെ ഹൃദയം കെടുകട്ടിയുള്ളതായ വിശ്വാസത്തിലായിരിക്കും. ഏത് സമയത്തിൽ എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം അള്ളാഹുലേക്ക് മടങ്ങണമെന്ന ലക്ഷ്യം അവരിൽ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മുനാജാത്ത് നടത്തുവാനും, പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം അവിടെ ഇദാ ഹസബഹു അംർ, അള്ളാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ബിലാലിനെ വിളിക്കലാണ്. അരിഹ്നാ ബിഹാ യാ ബിലാൽ, നിങ്ങൾ നമസ്കാരത്തിലൂടെ, നിങ്ങൾ ജനങ്ങൾക്ക് നമസ്കാരത്തിലൂടെ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടി, അരിഹ്ന എന്ന് പറയുന്ന പദം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി, നമസ്കരിക്കാൻ, അള്ളാഹുലേക്ക് മടങ്ങാൻ, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കേണപേക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുനിയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിച്ചത്. ആ രൂപത്തിൽ നാമും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമുക്കറിയാവുന്നതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇസ്തിഖാറയുടെ നമസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ നമസ്കരിച്ച് കഴിയുമ്പോൾ, അങ്ങനെ നമസ്കരിച്ചതിന്റെ ശേഷമാണ് നാം ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യുന്നതെങ്കിലും നമുക്ക് ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. അതേസമയത്ത് ഒരു പക്ഷേ നാം ഉദ്ദേശിച്ച ലക്ഷ്യം നാം ഉദ്ദേശിച്ച രൂപത്തിലായിരിക്കുകയില്ല, അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലായിരിക്കും ആ തീരുമാനമോടെ നടക്കുക. എന്നാലും നമുക്ക് നമസ്കാരം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയപ്പെടുകയുണ്ടായി, ഒരവസരത്തിൽ ഒരു സഹാബി ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്ക് എന്തെങ്കിലും മോചനം കിട്ടാനുള്ള മാർഗമുണ്ടോ എന്ന് ആ ചെയ്തതായ തെറ്റുകളെ കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട്. അദ്ദേഹം ഇത് പറഞ്ഞ് അവിടുന്ന് വിട്ടുപിരിഞ്ഞപ്പോൾ റസൂലുള്ളാഹി കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അദ്ദേഹം പോകുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദേഹം ചെയ്തതായ തെറ്റിനെ നമ്മളോട് പറയാതെ മറച്ചു വെച്ചാൽ നല്ലതായിരുന്നു, അള്ളാഹു മറച്ചതുപോലെ അവനും മറക്കാമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് തുറിച്ചു നോക്കുകയും എന്നിട്ട് മടക്കി വിളിക്കാൻ പറയുകയും ചെയ്തു.
എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, ഒരു റിപ്പോർട്ടിൽ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ ഞങ്ങളോടുകൂടെ എന്ന്. അപ്പോൾ അദ്ദേഹം അതെ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്തതായ തെറ്റ് വൻദോഷമല്ലായിരുന്നു, ചെറുദോഷമായിരുന്നു എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ ചെയ്തു പോയതായ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നമസ്കാരത്തിലൂടെ പൊറുത്തു തന്നിട്ടുണ്ട് എന്ന് അവിടുന്ന് സന്തോഷ വാർത്ത, ആ സത്യവാഗ്ദാനം അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ആ സത്യവാഗ്ദാനം നൽകിയത് എന്തിലൂടെയാണ്? വിശുദ്ധ ഫുർഖാൻ അദീമിലുള്ളതായ ഒരു ആയത്ത് ഓതലിലൂടെയാണ്. അതേതാണ്? അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ എന്നതായ ആയത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ഓതിയത്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി, രാത്രിയിലും പകലിലൂടെയും ആയി നിങ്ങൾ 5 വഖ്ത് നമസ്കാരത്തിലേക്ക് സൂചനയാണ്. ആ 5 വഖ്ത് നമസ്കാരം നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ സർവ്വ ചെറുദോഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. ഈ സംഭവം സംഭവിച്ച സന്ദർഭത്തിൽ മുആദ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയുണ്ടായി, അലഹു വഹദ അം ലിന്നാസി കാഫ, റസൂലെ നിങ്ങൾ ഈ പറഞ്ഞതായ പ്രത്യേകത ആ സുഹൃത്തിന്, ആ സഹാബിക്ക് മാത്രമാണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആസകലമാണോ എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ ചോദിക്കുകയുണ്ടായി. സഹാബാക്കളുടെ കൂട്ടത്തിൽ മഹാപണ്ഡിതനായ ഒരു വ്യക്തിയാണല്ലോ മുആദ് ബിൻ ജബൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകുകയുണ്ടായി, അതെ ലിന്നാസി കാഫ, അത് ജനങ്ങൾക്ക് ആസകലമുള്ളതാണ്, അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല എന്ന്. അപ്പോൾ എല്ലാവർക്കും സന്തോഷ വാർത്തയാണ് ഇത്. ഏത്? നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളിൽ നിന്നിട്ട് വന്നു പോകുന്നതായ പാകപ്പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിലൂടെ കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നത്. ആ രൂപത്തിൽ അല്ലാഹുമായുള്ള ബന്ധം പുലർത്താതെ അതേ സമയത്ത് ദോഷങ്ങളെല്ലാം ചെയ്തുകൂട്ടി കൂമ്പാരമായി ചെയ്തുകൂട്ടി കൊണ്ടേ ഇരിക്കുന്നതായ വ്യക്തിയുടെ സ്ഥിതി പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ മക്ക ഇമാം പറയുന്ന കൂട്ടത്തിൽ ഹുസ്നുൽ ഖുലുഖിനെ കുറിച്ചും അദ്ദേഹം ഉണർത്തുകയുണ്ടായി. നല്ല സ്വഭാവം അഥവാ നമസ്കാരം ക്ലിയറാക്കുക, അള്ളാഹുമായുള്ള ബന്ധം ക്ലിയറാക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറുക, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച, ഖുദ്സിയ ഹദീസ് വിശേഷിപ്പിച്ച ആ ഇനത്തിൽ പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അതോടൊപ്പം ആ പരിശ്രമിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യനുണ്ടാവേണ്ടത്, സത്യവിശ്വാസിക്കുണ്ടാവേണ്ടത് നല്ല സ്വഭാവമാണ്. അപ്പോൾ ജനങ്ങളോടുള്ള സമീപനത്തിലും അള്ളാഹിനോടുള്ളതായ സമീപനത്തിൽ നല്ല രൂപം കൈക്കൊള്ളുന്നത് പോലെ ഷിട്ടികളോടുള്ളതായ ബന്ധത്തിലും നല്ല രൂപം കൈക്കൊള്ളണം. നല്ല രൂപം കൈക്കൊള്ളുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഖായിമിനേക്കാളും സായിമിനേക്കാളും അത് ധാരാളം നോമ്പ് പിടിച്ചുകൊണ്ടേയിരിക്കുന്ന, ധാരാളം നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തികളെക്കാളെല്ലാം എത്രയോ പ്രതിഫലം ഹുസ്നുൽ ഖുലുഖിലൂടെ, നല്ല സ്വഭാവത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ കുറിച്ച് പറയപ്പെടുകയുണ്ടായി. ആ സ്ത്രീയുടെ പ്രത്യേകത ധാരാളമായി നമസ്കരിച്ചു കൂട്ടും, ധാരാളമായി നോമ്പ് പിടിക്കും, ധാരാളമായി സദഖ ചെയ്യും, ധാരാളമായി സൽക്കർമ്മം ചെയ്യും. പക്ഷേ ആ സഹോദരിയുടെ അയൽവാസികളോടുള്ളതായ പെരുമാറ്റത്തിൽ നല്ല രൂപത്തിൽ പെരുമാറുന്ന വ്യക്തിയല്ല, അതിൽ വീഴ്ച വരുത്തുന്ന വ്യക്തിയാണ് എന്ന് പറയപ്പെട്ടപ്പോൾ ആ സഹോദരിയെക്കുറിച്ച് അവർ നരകപ്പുള്ളിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ അവർ ചെയ്തതായ തെറ്റിന് പ്രതികാരമായിട്ട്, പകരമായിട്ട് അതിന്റെ തെറ്റ് അവസാനിക്കുന്നവരെ അവർക്ക് നരകത്തിൽ പോകേണ്ടി വരും എന്ന അർത്ഥത്തിലേക്ക്. അതേ സമയത്ത് മറ്റൊരവസരത്തിൽ പറയപ്പെടുകയുണ്ടായി, ഒരു സ്ത്രീയെക്കുറിച്ച് നമസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, ധർമ്മം ചെയ്യുന്നവരാണ്, പക്ഷേ കൂടുതൽ, നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായി ചെയ്യാറുള്ള ആളല്ല, കൂടുതലായിട്ട് ധർമ്മം ചെയ്യുന്നവരല്ല, കൂടുതലായിട്ട് നമസ്കരിക്കുന്നവരല്ല, കൂടുതലായി നോമ്പ് പിടിക്കുന്നവരല്ല. അതേസമയത്ത് അയൽവാസികളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന് മറ്റൊരു സഹോദരിയെ കുറിച്ച് പറയപ്പെട്ടപ്പോൾ അവർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ രൂപത്തിൽ മക്ക ഇമാം ഉണർത്തുകയാണ്, നാം അള്ളാഹുമായുള്ള ബന്ധം ക്ലിയറാക്കുന്നത് പോലെ ഷിട്ടികളുമായുള്ളതായ ബന്ധവും ക്ലിയറാക്കണം. ആ ക്ലിയറാക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മിൽ എപ്പോഴും അള്ളാഹുവിനോടുള്ള മഹബത്തിനോട് കൂട്ടിച്ചേർത്തിട്ട് ഷെട്ടികളോടുള്ള മഹബത്തിൽ ആദ്യമായിട്ട് നാം മുന്തിക്കേണ്ടത് നമ്മുടെ ചാർച്ച ബന്ധമാണ്. മാതാപിതാക്കളാണ് ചാർച്ച ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ടതായ അവകാശത്തിലും അവർക്ക് ചെയ്യേണ്ടതായ ബാധ്യതകളിലും നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠാഞ്ജന്മാര്, പെങ്ങന്മാര്, നമ്മുടെ ചോരബന്ധമുള്ളവർ ആരൊക്കെയുണ്ട്, അവരുമായുള്ളതായ ബന്ധങ്ങളെല്ലാം നാം ചാർച്ച ബന്ധം ചേർക്കുന്നതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. ഓരോരുത്തർക്കും അവരവരുടെ
അവരവരുടെ കഴിവനുസരിച്ചിട്ട് ചാർച്ചബന്ധം ചേർത്തുകൊണ്ട് ഇരിക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൂരം ജീവിക്കുന്നതായ ഗൾഫിൽ ജീവിക്കുന്നവരായിരുന്നാലും ചാർച്ചബന്ധം ചേർക്കാനുള്ളതായ പ്രയാസമില്ലാത്ത കാലഘട്ടമാണ്. കാരണം പല മാധ്യമങ്ങളിലൂടെയും നമ്മുടെ കുടുംബത്തെ കാണുവാനും അവരെ കേൾക്കുവാനും അവരോട് സംസാരിക്കുവാനുമുള്ളതായ സർവ്വമാധ്യമങ്ങളും അള്ളാഹുവിന്റെ ആ മഹാ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നതുകൊണ്ട് തന്നെ അള്ളാഹു കൽപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഇങ്ങനെയുള്ള ബാധ്യതകളൊക്കെ നിർവഹിക്കാൻ ധാരാളം 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 മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ഉപയോഗിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ എന്ന ഹദീസും മക്ക ഇമാം അക്കൂട്ടത്തിൽ ഓതുകയുണ്ടായി. നിന്റെ സുഹൃത്തുക്കളോട് നീ പുഞ്ചിരി തൂങ്ങുക എന്നതുകൂടി അത് ഒരു സൽക്കർമ്മമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വഫീ ബിദ്ഇ അഹദികും സദഖ, നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾ സമ്പർക്കം പുലർത്തലും അത് ആ സൽക്കർമ്മമാണ്. എന്തുകൊണ്ട്? നിങ്ങൾ ആ ചെയ്യുന്നത് അനുവദിക്കപ്പെടാത്തതായ സ്ത്രീകളിലൂടെയാണെങ്കിൽ അത് ഹറാമായി മാറുന്നത് പോലെ അനുവദിക്കപ്പെട്ടതായ സ്ത്രീകളിലൂടെയാകുമ്പോൾ, സ്വന്തം ഭാര്യമാരിലൂടെയാകുമ്പോൾ അത് ഇബാദത്തായി സൽക്കർമ്മമായി മാറുകയും ചെയ്യുന്നു എന്നതുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭാഗം ഇന്ന് മക്ക ഇമാം ഓതുകയുണ്ടായി. അപ്രകാരം തന്നെ സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വേളയിൽ അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്നതായ പ്രത്യേകത, ഇഖ്ലാസോടുകൂടിയാവുക എന്നതാണ് അതിന്റെ അർത്ഥം. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന് മാത്രമാവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതോടൊപ്പം ആ നാം ചെയ്യുന്നതായ സർവ്വ സൽക്കർമ്മങ്ങൾ അള്ളാഹു റസൂല് പഠിപ്പിച്ച രൂപത്തിലാവണമെന്നത് രണ്ടാമത്തെ നിബന്ധനയാണ്. ഈ രണ്ട് നിബന്ധന ഒക്കാതെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ സൽക്കർമ്മത്തിന് ഒരു പ്രയോജനവുമില്ല. അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനമുള്ളതായി നമുക്ക് ലഭിക്കുന്നതുമല്ല. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഷർത്തത്വ രൂപത്തിലുള്ളതായ സൽക്കർമ്മമായി മാറാനുള്ളതായ ആദ്യത്തെ നിബന്ധന ആത്മാർത്ഥമായിരിക്കണം. റിയാ കടന്നുകൂടാൻ പാടുള്ളതല്ല, ലോകമാന്യം കടന്നുകൂടാൻ പാടുള്ളതല്ല, മറ്റു രൂപത്തിലുള്ളതായ യക്ക് വന്നു പോകാൻ പാടുള്ളതല്ല. കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൽ നിന്നിട്ട് പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട്, പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം നാം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്രകാരം രണ്ടാമത്തെ നിബന്ധന, നമ്മുടെ നിശ്ചിത നേതാവായ കണ്ണായ കരളായ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നാട്ടിൽ എന്ത് വിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് ആ സൽക്കർമ്മത്തെ ചെയ്യാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചത്, ആ രൂപത്തിലായിരിക്കണം നാം ആ സൽക്കർമ്മത്തെ ചെയ്യേണ്ടത്. എന്നാൽ ഈ രണ്ട് നിബന്ധനകൾ ഒത്താൽ മാത്രമേ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതാവുകയുള്ളൂ എന്നത് മക്ക ഇമാം പറഞ്ഞതായ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ്. എന്നാൽ മദീനയിൽ ഇന്ന് സംസാരിച്ചത് ഡോക്ടർ ഖാലിദുൽ മുഹന്ന എന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹം സംസാരിച്ചതായ വിഷയം അത് ഹൃദയത്തെ ബാധിക്കുന്നതായ ഭാഗമാണ്, ഖൽബിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നു, വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവചനങ്ങൾക്ക് ചെയ്തുകൊണ്ട് പറയുകയാണ്, മനുഷ്യരെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല ചൊവ്വായ രൂപത്തിലാണ്, നല്ല ഭംഗിയുള്ളതായ ഷിട്ടിയായിട്ടാണ്. ഈ ഭംഗിയുള്ളതായ ഷിട്ടിയായ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ഭംഗി അനുസരിച്ചിട്ട്, അവന്റെ പുഷ്ടിയും അവന്റെ കൽപ്പവും അവന്റെ കഴിവും അനുസരിച്ചിട്ട് ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവൻ അത് അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ മാത്രമല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ കോലത്തിലേക്കല്ല അല്ലാഹു നോക്കുന്നത്, നിങ്ങളുടെ പുഷ്ടിയിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ ഭംഗിയിലേക്കല്ല അല്ലാഹു നോക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തിലേക്കല്ല അള്ളാഹു നോക്കുന്നത്. വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്കല്ല അള്ളാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, മറ്റൊരു റിപ്പോർട്ടിൽ അമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനം എന്താണ്, നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് എന്നതിനെയാണ് അള്ളാഹു വീക്ഷിക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാമ ഇന്ന് ഹൃദയത്തെ കുറിച്ച് സംസാരിച്ചത്. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ഓരോ മനുഷ്യന്റെ ജസദിലും ഒരു മുദ്ഗയുണ്ട്, ഒരു മാംസപീഠമുണ്ട്. ഇദാ സലുഹത സലുഹൽ ജസദു കുല്ലു, ആ മാംസപീഠം നന്നായി കഴിഞ്ഞാൽ ശരീരം ആ സകലം നന്നായി, ആ മാംസപീഠം വടക്കായി കഴിഞ്ഞാൽ ശരീരം ആ സകലം വടക്കായി. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം എന്ന് പറയുന്നതായ ആ മാംസപീഠം. അപ്പോൾ ആ മാംസപീഠമാകുന്ന ആ ഹൃദയത്തിന്റെ അകത്ത് നിക്ഷേപിക്കപ്പെടുന്നതായ വിശ്വാസം, ദൃഢമായ അള്ളാഹുലേക്കുള്ള തവക്കുല്, അള്ളാഹുലുള്ളതായ വിശ്വാസം, അള്ളാഹുവിനോടുള്ളതായ ടച്ച് ബന്ധം, എല്ലായ്പ്പോഴും ഷിട്ടിക്കുണ്ടാവേണ്ടതായ ബന്ധം. അവന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് ഷിട്ടികളോടല്ല, ഷിട്ട അവനോട് മാത്രമാണ്
പ്രത്യേകിച്ച് ഷിട്ടാവ് ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തതായ കാര്യമാകുമ്പോൾ പരലോകമോക്ഷം പുറത്തു തരുക, പ്രയാസങ്ങൾ മാറ്റിത്തരുക എന്നീ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഏറ്റെടുത്ത കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം അല്ലാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടുള്ളതല്ല എന്നതാണ് ഖുർആൻ പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയം ക്ലിയർ ആവാനുള്ളതായ മാർഗമായിട്ട് മദീന ഇമാം പറയുകയാണ്, അല്ലാഹുമായുള്ളതായ ടച്ച് ക്ലിയർ ആക്കുക അമലു സാലിഹാത്തുകളിലൂടെ. അമലു സാലിഹാത്ത് മനുഷ്യന്മാരുടെ ഹൃദയം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കലിലൂടെയും അള്ളാഹുവിനെ തൊട്ട് ദൂരപ്പെടലിലൂടെയുമാണ് അവൻ ചെയ്തതായ സൽക്കർമ്മം സഹിഹോ അല്ലെങ്കിൽ സഹി അല്ലാതെയോ ആണ് എന്നതിനുള്ളതായ മാനദണ്ഡം. അഥവാ അള്ളാഹുലേക്ക് നല്ല രൂപത്തിൽ നല്ല ഇഷ്ടത്തോടുകൂടി പ്രീതിയോടുകൂടി സംതൃപ്തിയോടുകൂടിയാണ് ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ആ ധർമ്മം ചെയ്യുന്നതെങ്കിൽ, ആ സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ, ആ നോമ്പ് നോക്കിയതെങ്കിൽ, ആ നമസ്കാരം നമസ്കരിച്ചതെങ്കിൽ അവന്റെ ഹൃദയം ക്ലിയർ ആയതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാറ്റിന്റെയും മാനദണ്ഡം, എല്ലാറ്റിനെ കുറിച്ചും തീരുമാനിക്കൽ ഹൃദയം നോക്കിയിട്ടാണ് എന്നർത്ഥം. അത് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചും മൊത്തത്തിൽ സഹാബാക്കളെ കുറിച്ചും നമ്മുടെ നേതാക്കൾ പറയുന്നതായിട്ട് മദീന ഇമാം ഉണർത്തിയിട്ടുണ്ട്. അതെന്താണ്? സഹാബാക്കളെല്ലാം കൂടുതൽ സൽക്കർമ്മങ്ങൾ കൊണ്ടല്ല അവർ അള്ളാഹുലേക്ക് എടുത്തത്, മറിച്ച് അവരുടെ ഹൃദയത്തിൽ അവരുടെ ഹൃദയത്തിൽ വേറൂന്നി പിടിച്ചതായ ആ കെട്ടുറപ്പുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ ആധാരമാക്കി ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ, അതനുസരിച്ചിട്ട് അവരുടെ സമീപനങ്ങൾ, ഷിട്ടാവുമായുള്ളതായ ബന്ധം നാം മക്കായി ഇമാമിൽ നിന്നിട്ട് കേട്ടതുപോലെ ഷിട്ടാവുമായുള്ളതായ ബന്ധം ക്ലിയർ ആക്കുക, അതോടൊപ്പം ഷിട്ടികളുമായുള്ളതായ ബന്ധം ക്ലിയർ ആക്കുക. അപ്രകാരം തന്നെ നമ്മുടെ നഫ്സിന് കൊടുക്കേണ്ടതായ അവകാശങ്ങൾ നൽകിയും കൊണ്ട് ജീവിക്കുക. അഥവാ നഫ്സിന് കൊടുക്കേണ്ട അവകാശത്തിൽ പ്രധാനപ്പെട്ട അവകാശം അതേതാണ്? ആ നഫ്സിൽ ഹൃദയത്തെ നന്നാക്കുക, കൽബിനെ നന്നാക്കുക, ആ കൽബിൽ അസൂയയില്ലാതിരിക്കുക, അഹങ്കാരമില്ലാതിരിക്കുക, കിബിറില്ലാതിരിക്കുക. ഹിഖ്ദ്, ഹസദ് പോലത്തതായ മാരകമായ മാനസിക രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഹൃദയം വെടക്കാവുന്നതാണ്. അങ്ങനെയുള്ളതായ ആ ഹൃദയം അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഹൃദയമായി മാറും വെടക്കായി കഴിഞ്ഞാൽ. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ എന്ന് അള്ളാഹു പറഞ്ഞതായ അങ്ങനെയുള്ള വിഭാഗം, അഥവാ അള്ളാഹുമായുള്ള ടച്ചിൽ ബന്ധത്തിൽ ക്ലിയർ ഇല്ലാത്ത വിഭാഗം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാത്ത, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവന്റെ ഷിട്ടികളാകുന്ന, അവൻ ഷിട്ടിച്ച ഷിട്ടികളിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകുന്നവരും, ഖബറാളികളിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകുന്നതും, ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് പകരം ഖബറാളികളോട് ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും, ഖബറാളികൾക്ക് നേർച്ചയാക്കുന്നവരും, ഖബറാളികൾക്ക് ആരാധനകൾ സമർപ്പിക്കുന്നവരും, അങ്ങനെയുള്ളതായ അള്ളാഹുലേക്ക് മാത്രം സമർപ്പിക്കേണ്ടത് ഷിട്ടികൾക്ക് നൽകുന്ന വിഭാഗമാകുമ്പോൾ അവരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, അവരുടെ കണ്ണല്ല കുരുടായത്, മറിച്ച് വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, അവരുടെ ഹൃദയത്തിലുള്ളതായ ആ അവരുടെ നെഞ്ചിലുള്ളതായ, അവരുടെ നെഞ്ചിന്റെ ഭാഗത്തിലുള്ളതായ ആ ഹൃദയത്തിലുള്ളതായ രോഗമാണ്, അതിനാണ് കുരുട് പിടിച്ചത് എന്ന്, അതിനാണ് കുരുട് ബാധിച്ചത് എന്ന് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായ ആ ഭാഗം ഈ ഇനത്തിൽപ്പെട്ടവരാണ്. ആ ഇനത്തിൽ നാം പെടാൻ പാടുള്ളതല്ല. അപ്പോൾ മദീന ഇമാം പറഞ്ഞതനുസരിച്ച് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയം അള്ളാഹുമായുള്ളതായ ബന്ധം ക്ലിയറാക്കി, ആ ബന്ധം ക്ലിയർ ആവണമെങ്കിൽ ആ ഹൃദയത്തിന് വരാൻ സാധ്യതയുള്ളതായ മാനസിക രോഗങ്ങൾ എന്തൊക്കെയുണ്ട് എന്നത് മനസ്സിലാക്കി അവകൾ വിട്ടു നിൽക്കാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. അപ്പോഴാണ് ആ ഹൃദയത്തിൽ എന്ത് സംഭവിക്കുക? അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുന്ന സന്ദർഭത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബേ, പരലോകത്തിൽ നീ എന്നെ പരാജയപ്പെടുത്തരുത്, എന്നെ പ്രയാസപ്പെടുത്തരുത്. ജനങ്ങളെ പുനരുദ്ധാരണം നടത്തുന്ന സന്ദർഭത്തിൽ ഏത് ദിവസമാണ് ആ ദിവസം? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. ആർക്കും അവന്റെ സമ്പത്ത് കൊണ്ട് ഫലം കിട്ടുന്ന കാലമല്ല, അവന്റെ മക്കളെ കൊണ്ട് ഫലം കിട്ടുന്ന കാലമല്ല, ഒരു നിലക്കും അവിടേക്ക് ആരും സഹായിക്കാൻ പറ്റുന്ന കാലമല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല സുരക്ഷിതത്തോടു കൂടിയുള്ളതായ ഹൃദയവുമായി വന്നവൻ ഒഴിച്ച്. അപ്പോൾ നമ്മുടെ ഹൃദയം ക്ലിയർ ആവുക എന്നത് അത് വളരെ മുഖ്യമാണ് പരലോക മോക്ഷം നേടണമെങ്കിൽ. അൽ ഖൽബു സലീം, ആ ഖൽബു സലീം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ അത് അൽ ഖാലി മിന ശക്ക് വൽ റൈബ് വൽ ബിദ്അത്തി വശിർക്ക് എന്നൊക്കെ മദീന ഇമാം ഉണർത്തിയതായി കാണാം. നമുക്ക് ശക്കുണ്ടാവാത്തതായ ഹൃദയം, ആ ബിദ്അത്തില്ലാത്തതായ ഹൃദയം, സുന്നത്തിന് ഘടകവിരുദ്ധമാണ് ബിദ്അത്ത്. അതുകൊണ്ട് ബിദ്അത്ത് വളരെ അപകടമാണ് ഹൃദയത്തിന്. അതുപോലെ തന്നെ അതിനേക്കാളും വലിയ അപകടമാണ് ശിർക്ക്, അഥവാ അള്ളാഹുവിന്റെ കൂടെ ഷിട്ടികളെ പങ്കുചേർക്കുക എന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ അബൂ ഉസ്മാൻ നൈസാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അൽ ഖൽബു സലീം ഹുവൽ ഖൽബുൽ ഖാലി മിനൽ ബിദ്അ, സുരക്ഷിതത്വമുള്ള ഹൃദയം അതേതാണ്?
ബിദ്അത്തിൽ നിന്നിട്ട് മോചിച്ചതായ ഹൃദയമാണ് ബിദ്അത്ത് ചെയ്യാത്തവന്റെ ഹൃദയം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത്, പറയാത്തത്, പ്രവർത്തിക്കാത്തത്, കാണിച്ചു തരാത്തത്, സഹാബാക്കൾ ചെയ്യാത്തത്, മുമ്പന്മാരായ സലഫ് സാലിഹ്യങ്ങൾ നമുക്ക് കാണിച്ചു തരാത്തതായ കാര്യങ്ങൾ ദീനിന്റെ പേരിൽ കൂട്ടിച്ചേർക്കുന്നവർ. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ, ഈ ദീനിൽ അതിലില്ലാത്തതിനെ ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അവനിലേക്ക് തന്നെ തള്ളപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഭാഗമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ബിദ്അത്തിൽ നിന്നിട്ട് മോചിക്കുക, അതുപോലെ തന്നെ സുന്നത്തിലേക്ക് ശാന്തിയും സമാധാനവും ഹൃദയത്തിൽ ഉണ്ടാവൽ. സുന്നത്ത് ചെയ്യുമ്പോഴാണ് ആരിൽ? നല്ല ഹൃദയത്തിന്റെ ഉടമയിൽ. നല്ല ഹൃദയത്തിന്റെ ഉടമയെക്കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ ചില ഭാഗങ്ങൾ ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അതിൽ 5 കാര്യം അദ്ദേഹം പ്രത്യേകം എണ്ണിപ്പറയുകയുണ്ടായി. ഏറ്റവും അപകടം പിടിക്കാൻ കാരണം, ഹൃദയത്തിന് രോഗം പിടിക്കാനുള്ളതായ കാരണം ശിർക്കുൻ യുനാഖിദു തൗഹീദ്. തൗഹീദിന് ഘടകവിരുദ്ധമായ ശിർക്ക് ചെയ്യുമ്പോൾ ആ ഹൃദയത്തിന് മഹാമാരകമായ രോഗം പിടിപെട്ട്, അതാണ് ക്യാൻസർ. ഹൃദയത്തിലുള്ള വലിയ ക്യാൻസർ അത് ഷിർക്കാണ്. ഷിർക്കിൽ നിന്നിട്ട് മോചിക്കുക എന്നത് ഒന്നാമതായി മനുഷ്യൻ ചെയ്യേണ്ടതാണ് സലാമത്തുൽ ഖൽബിന് വേണ്ടി. രണ്ടാമതായിട്ട് ബിദ്അത്തുൻ യുനാഖിദു സുന്ന. സുന്നത്തിന് വിപരീതമായുള്ളതായ ബിദ്അത്ത്, റസൂല് ചെയ്യാത്ത, നാം പറഞ്ഞതുപോലെ റസൂല് പ്രവർത്തിക്കാത്ത, റസൂല് പറയാത്ത, റസൂല് നമ്മളോട് ആഹ്വാനം ചെയ്യാത്ത, നമ്മുടെ ഇഷ്ടാനുസരണം ദീനിന്റെ പേരിൽ കൂട്ടിച്ചേർക്കുന്ന, ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് കാര്യമായിരുന്നാലും അതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ബിദ്അത്തിൽ നിന്നിട്ട് മോചിച്ചതായ ഹൃദയമായി മാറുക ഖൽബു സലീമ വേണമെങ്കിൽ. അതുപോലെ തന്നെ ഷഹ്വത്തുൻ തുഖാലിഫുൽ അംർ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായിട്ട് നമ്മുടെ ഷഹ്വത്ത് അനുസരിച്ച് ജീവിക്കുക, ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ആഗ്രഹങ്ങൾ എന്തെല്ലാം പറയുന്നു, അത് എന്ത് കുടിക്കണം, എന്ത് തിന്നണം, എന്ത് നോക്കണം, എന്ത് കാണണം, ഇതൊക്കെ ശരീരം പറയുന്നതനുസരിച്ച്, ആഗ്രഹങ്ങൾ പറയുന്നതനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിപരീതമായി ചെയ്യുന്നതായ ഷഹ്വത്ത്, ആ ഷഹ്വത്തിൽ നിന്നിട്ട് മോചിക്കണം നാം. എന്നാൽ മാത്രമേ നമ്മുടെ ഹൃദയം സലീമായ ഹൃദയമായി മാറുകയുള്ളൂ. അപ്രകാരം തന്നെ ഗഫലത്തുൻ തുനാഖിദു ദിക്ർ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുക എന്ന ആ മഹാസമ്പാദ്യം, ആ മഹാപ്രത്യേകത മനുഷ്യർ ഏത് സമയത്തും ഷിട്ടാവായ റബ്ബുമായുള്ള ടച്ച് ഉണ്ടാവലാണ്. അവനെ ദിക്ർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആരെങ്കിലും മൻ ഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരു സാധനത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സാധനത്തെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഓർത്തുകൊണ്ടേ ഇരിക്കും, സ്മരിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് നാം പഠിച്ചത്. അപ്പോൾ അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ സ്മരിക്കാതിരിക്കലാണ് ഗഫ്ലത്ത്. അങ്ങനെയുള്ള അശ്രദ്ധയാകുന്ന രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ആ അശ്രദ്ധയാകുന്ന രോഗം പിടിപെട്ടതായ ഹൃദയം അത് സലീമായ ഹൃദയമല്ല, സുരക്ഷിതത്വമുള്ള ഹൃദയമല്ല. പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സലീമായ ഹൃദയവുമായിട്ട് വരാനാണ് കൽപ്പിച്ചത്. ആ സലീമായ ഹൃദയവുമായി വന്നാൾക്ക് മാത്രമാണ് പരലോക മോക്ഷമുള്ളത്. അതുപോലെ തന്നെ വഹവൻ യുനാഖിദുൽ ഇഖ്ലാസ്, ആത്മാർത്ഥതയ്ക്ക് ഘടകവിരുദ്ധമായി വരുന്നതായ ഹവ, അതായത് ഇന്നാൾ കാണാൻ, ഇന്നാൾ കേൾക്കാൻ, ഇന്നാൾ എന്നെ കുറിച്ച് പറയാൻ, ഇന്നാൾ എഴുതാൻ, ഇന്നാൾ സ്മരിക്കാൻ, ഇന്നാൾ ബഹുമാനിക്കാൻ, ഇന്നാൾ ആദരിക്കാൻ എന്നീ പ്രശ്നങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ വെച്ചുകൊണ്ടുള്ളതായ ഇഖ്ലാസിന് ഘടകവിരുദ്ധമായതായ ദേഹ ഇച്ഛയ്ക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ളതായ രൂപത്തിൽ അവന്റെ പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം, നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്നതായ പ്രവർത്തനമായി മാറുക. അതും സലീമായ ഹൃദയത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ്. ഇങ്ങനെയുള്ളതായ അപകടത്തിലിട്ട് മോഹിച്ചു കഴിഞ്ഞാൽ സ്വർഗീയ കുർസിയുടെ മീതെ, കസാലയുടെ മീതെ അവർ പരസ്പരം അങ്ങുമിങ്ങും സന്തോഷിച്ച് ആഹ്ലാദിച്ച് ആ രമ്യഹർമ്മ്യങ്ങളിൽ, ആ പൂന്തോപ്പുകളിൽ, ആ കൊട്ടാരങ്ങളിൽ, ആ സ്വർഗത്തിൽ ഇരിക്കുന്നവരായി മാറുന്നതായ വിഭാഗമെന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഹൃദയത്തിലുള്ള ഗില്ല് മാറ്റിയവരായ വിഭാഗം. അങ്ങനെയുള്ള വിഭാഗമായി മാറണം. ആ മാറിയവരാണ് സഹാബാക്കൾ. ആ രൂപത്തിലാണ് നാമും ജീവിക്കേണ്ടത്. അവരുടെ ഇടയിൽ ഗില്ലുണ്ടായിരുന്നില്ല, അവരുടെ ഇടയിൽ അസൂയ ഉണ്ടായിരുന്നില്ല, അവരുടെ ഇടയിൽ ഹസദ് ഉണ്ടായിരുന്നില്ല, അവർ അഹങ്കാരികളായിരുന്നില്ല, അവരെ പരസ്പരം അങ്ങുമിങ്ങും ഏകോദര സഹോദരന്മാരായി ജീവിച്ചവരായിരുന്നു. ഇഖ്വാനൻ അലാ സുറരി മുതഖാബിലീൻ, അവര് ഏകോദര സഹോദരന്മാരായിട്ട് ജീവിച്ചവരായിരുന്നു ദുനിയാവിൽ. അതുപോലെ പരലോകത്തിലും സ്വർഗത്തിൽ അവർക്ക് സഹോദരന്മാരായി ജീവിച്ച് സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനുമുള്ളതായ ചാൻസ് ഖൽബുൻ സലീമുമായി, അഥവാ മദീന ഇമാം പറഞ്ഞതായ ആ നല്ല സുരക്ഷിതത്വമുള്ള ഹൃദയവുമായിട്ട് ചെന്നവർക്ക് അവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ളതായ ഹൃദയത്തിന് ഉടമകളായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതേതാണ് മദീന ഇമാം പറഞ്ഞതായ ഭാഗം. സഹാബാക്കൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ കൊണ്ടല്ല, കൂടുതൽ നമസ്കാരം കൊണ്ടല്ല, കൂടുതൽ നോമ്പ് പിടിച്ചത് കൊണ്ടല്ല അവരത്രയും വലിയ സ്റ്റേജിലേക്ക് എത്തിയത്. അവരുടെ ഹൃദയത്തിൽ ഉടനെ
ഉടലെടുത്തതായ ആ ഗില്ല് ഒഴിവാക്കുക, ആ അസൂയ ഒഴിവാക്കുക, അങ്ങുമുള്ള വെറുപ്പും അറുപ്പും ഒഴിവാക്കുക, അഹങ്കാരം ഒഴിവാക്കുക. ആ പ്രത്യേകത അവരിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം സാധാരണ നിർബന്ധമായ ബാധ്യതയാകുന്ന നമസ്കാരം, അതുപോലെ തന്നെ രാത്രി ഹയാത്താക്കുക, അള്ളാഹുമായുള്ള ബന്ധം പുലർത്തുക, അതിലൊന്നും വീഴ്ച വരുത്താറില്ല. അതേസമയത്ത് കൂടുതലായി നോമ്പ് പിടിക്കലും നമസ്കരിക്കലും ഉണ്ടായിരുന്നില്ല. അതിനേക്കാളും കൂടുതൽ അവർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നത് അവരുടെ ഹൃദയം ക്ലിയറായ ഹൃദയമായി മാറാൻ വേണ്ടിയുള്ളതായ ഭാഗമാണ്. അതാണ് അള്ളാഹു പറയുന്നത്, അവകാശമില്ലാതെ അഹങ്കാരികളായി ജീവിക്കുന്ന വിഭാഗം, അങ്ങനെയുള്ള വിഭാഗത്തിന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണുന്നതല്ല, സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്വർഗത്തിലേക്കുള്ളതായ റൂട്ടായി നമുക്ക് പഠിപ്പിച്ചതായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുക, അള്ളാഹ്ക്ക് മാത്രം മറക്കുക, അള്ളാഹ്ക്ക് മാത്രം ജീവിക്കുക, അള്ളാഹിലേക്ക് മാത്രം ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ടുള്ളതായ പേടിയും സ്നേഹവും ഉണ്ടാവുക എന്നീ ആ തവക്കുലാക്കുക, വരമേൽപ്പിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുക എന്നത്, അങ്ങനെയുള്ളതായ റൂട്ട് അത് അള്ളാഹുവിന്റെ റൂട്ടാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട റൂട്ടാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിലേക്ക് ആയാത്തുകളിലേക്ക് എത്തിയവരാണവർ. അങ്ങനെയുള്ളതായ ആ ബഹുമാനം ആർക്കാണ്? അഹങ്കാരികളല്ലാത്തവർക്കാണ് അള്ളാഹു നൽകുക. അപ്പോൾ നാം അഹങ്കാരികളല്ലാതെ സലീമായ ഹൃദയത്തിന് ഉടമകളായി ജീവിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇരിക്കുക. ഹൃദയത്തിൽ ഉള്ളതായ മുസ്ലിങ്ങളുടെ ഭാഗത്തിലുള്ളതായ എല്ലാ അറുപ്പും വെറുപ്പും ദൂരപ്പെടുത്തുക, മാറ്റുക. ആരോടും അറുപ്പും വെറുപ്പുമില്ലാത്ത ആളായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കഴിവിന്റെ പരമാവധി ഖുർആൻ പാരായണം ചെയ്യുവാനും അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുവാനും, അപ്രകാരം തന്നെ യതീമുകളെ അനാഥകളുടെ തലയിൽ കൈവെക്കുവാനും താലോലിക്കുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും, മിസ്കീന്മാരെ സഹായിക്കുവാനും സഹകരിക്കുവാനും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് അള്ളാഹു ഹറാമാക്കിയതായ കാര്യങ്ങളിൽ നിന്നിട്ട് മോചിപ്പിക്കുവാനും രക്ഷപ്പെടുത്തുവാനും, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ ക്ലിയറായ ഹൃദയമാക്കി മാറ്റുവാനും നാം പരിശ്രമിക്കണം. അള്ളാഹു റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഖൽബൻ സലീമൻ അസ്അലുക ഖൽബൻ സലീമൻ, ക്ലിയറായ ഹൃദയമായി എന്റെ ഹൃദയത്തെ നീ മാറ്റണേ രക്ഷിതാവേ, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ എന്ന് പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചതായിട്ട് ബുഖാരിയിൽ കാണാം. അപ്പോൾ അങ്ങനെയുള്ളതായ ആ പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തനം അതോടൊപ്പം ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട്, റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തെ ക്ലിയറുള്ള ഹൃദയമാക്കി മാറ്റാൻ, അള്ളാഹുമായുള്ളതായ ടച്ചിന് ഒതുങ്ങുന്ന, അതിനു വേണ്ടി തയ്യാറുള്ളതായ ഹൃദയമാക്കി മാറ്റാൻ, അള്ളാഹുമായുള്ള ബന്ധം നല്ല ബന്ധമുള്ളതായ ആ ഹൃദയമാക്കി മാറ്റാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ നമ്മിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ, പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികളുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. നമുക്കും അള്ളാഹു പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കുവാനും സേവിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിശുദ്ധ ഭൂമിയിലേക്ക്, ഞാൻ ഈ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിലേക്കും അതുപോലെ മക്കയിലേക്കും വരുവാൻ ആഗ്രഹിക്കുന്നവർ പലരുമുണ്ട്. ആ ആഗ്രഹം അവർക്ക് അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹുരുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി